ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിയാണ്. നമ്മൾ ജോഗ്രഫിയിൽ ഇന്ന് നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മൾ ആദ്യം തന്നെ എർത്തിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഈ എർത്തിലാണ്, അല്ലെ? അപ്പൊ ഈ ഭൂമി നമ്മൾ കാണുമ്പോൾ കുറെ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കുറച്ച് മരങ്ങൾ കാണാം, കുറച്ച് എന്ത് കാണാം, മലകൾ കാണാം, സമതലങ്ങൾ കാണാം, അല്ലെ? പിന്നെ നമുക്ക് എന്ത് കാണാം, റിവേഴ്സ് കാണാം, പോണ്ട് കാണാം, കായൽ ലേക്സ് കാണാം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കാണാം. ചുറ്റും നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വീടുകൾ കാണാം, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യരെ കാണുന്നു, ജീവജാലങ്ങളെ കാണുന്നു, പക്ഷികളെ കാണുന്നു, ആകാശം കാണുന്നു, മണ്ണ് കാണുന്നു, പാറകൾ കാണുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുന്നു. അപ്പൊ നമ്മൾ താമസിക്കുന്നത് എവിടെയാണ്? നമ്മുടെ എർത്ത് എന്ന ഒരു പ്ലാനറ്റിലാണ്. നമ്മുടെ ഗ്രഹത്തിന്റെ പേര് ഭൂമി എന്നാണ്. അപ്പൊ ഭൂമിയാണ് ജീവനുള്ള ഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഭൂമിയാണ് ജലത്തിന്റെ ഉറവിടം. നീലഗ്രഹം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഭൂമിയാണ്. സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ഭൂമി. ക്ലിയർ അല്ലേ? അപ്പോ ഈ എർത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് മാമ ആദ്യം പറയാൻ പോകുന്നത്. അറിയാമോ സ്ട്രക്ചർ എന്താണ്? എർത്തിന്റെ സ്ട്രക്ചർ എന്നറിയാമോ? എല്ലാവർക്കും അറിയാമോ? എർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എർത്തിന്റെ ഷേപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ ചിലർ പറയും ഇതൊരു വട്ടമാണ്, അല്ലെ? ഒരു സർക്കിൾ ആണ്. ചിലർ പറയും ഇതൊരു സ്ഫിയർ ആണ്. എന്നാൽ എർത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ജിയോയിഡ് എന്നാണ്. എന്താണ് എർത്തിന്റെ കറക്റ്റ് ഷേപ്പ്? ജിയോയിഡ് ആണ് നമ്മുടെ എർത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ്. ക്ലിയർ ആണ്? എർത്തിന്റെ ഹായ് നക്ഷത്ര മനസ്സിലായോ? ജിയോയിഡ് ഷേപ്പ് ആണ് എർത്തിന്. എന്താണ് ജിയോയിഡ് എന്ന് വെച്ചാൽ ഇതൊരു സ്ഫിയർ ആണ്, പക്ഷെ ഇത് ഇങ്ങനത്തെ സ്ഫിയർ ആണിത്. ഈ ഭാഗങ്ങൾ എന്താണ്, ഇച്ചിരി ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ സമതലം പോലെ വരുന്നു. ഇങ്ങനത്തെ ഒരു സ്ഫിയർ ആണ്. ഈ ഒരു ഷേപ്പ് കറക്റ്റ് നമ്മളുടെ ഫുട്ബോളിന്റെ ആ ഒരു ബോൾ പോലെ, ക്രിക്കറ്റിന്റെ ബോൾ പോലെ കറക്റ്റ് സ്ഫിയർ അല്ല. കുറച്ചിങ്ങനെ പരന്നൊക്കെ നിൽക്കുന്ന ഒരു ചേഞ്ച് ഉള്ള ഒരു സ്ഫിയർ ആണ് നമ്മുടെ എർത്തിന്റെ ഷേപ്പ്. ഇതൊരു ജിയോയിഡ് ആണ്. അപ്പൊ എർത്തിനെ നമ്മൾ ഇങ്ങനെ മുറിച്ചു നോക്കാമെങ്കിൽ നമുക്ക് 3 പാർട്ടുകൾ കിട്ടും. ഏതൊക്കെ പാർട്ടുകളാണ് എർത്തിനെ മുറിച്ചാൽ കിട്ടുന്നത്? ഒന്ന്, നമുക്ക് ക്രസ്റ്റ് കിട്ടും. ക്രസ്റ്റ്. പിന്നെന്ത് കിട്ടും? ക്രസ്റ്റ് ഉണ്ട്, മാന്റിൽ എന്നൊരു ഷേപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കോർ കിട്ടും. കോർ. അതായത് എർത്തിനെ നമുക്ക് പലതായി ക്ലാസിഫൈ ചെയ്യാം. കാമ്പ്, മാന്റില്, പിന്നെയോ കോറ്. ഇങ്ങനെ 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? എർത്തിനെ നമുക്ക് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ നോക്കിയേ, നമ്മുടെ എർത്ത് ഇതാണ്. ഈ കാണുന്നതാണ് എർത്ത്. കുറെ നീല കളറാണ്. കാര്യം ഒരുപാട് സമുദ്രങ്ങളൊക്കെ ഉണ്ട്. പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ഇങ്ങനെ കുറെ സമുദ്രങ്ങളൊക്കെ ഉണ്ട്. നീല കളറിലാണ്. പിന്നെ നമുക്ക് കുറെ ചെടികളും വൃക്ഷങ്ങളും മരങ്ങളും പുൽച്ചെടികളും അങ്ങനെ ഒത്തിരി ചെടികൾ, ഫോറസ്റ്റ് ഒക്കെ കുറെ ഉണ്ട്. അതാണ് ഈ പച്ചക്കളർ. ഓക്കെയാണ്. അപ്പൊ എർത്തിനെ നമ്മളിങ്ങനെ മുറിച്ചു നോക്കാമെങ്കിൽ ആദ്യം നമ്മൾ കാണുന്ന ഒരു ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? ക്രസ്റ്റ് എന്ന് വിളിക്കാം. ഏറ്റവും പുറമേ കാണുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ്. പുറമേ കാണുന്ന ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്രസ്റ്റ് എന്ന് വിളിക്കാം. പുറമേ കാണുന്നത് ക്രസ്റ്റ് ആണ്. അതിനുള്ളിൽ നമ്മൾ കാണുന്ന ഈ ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? മാന്റിൽ എന്ന് വിളിക്കാം. ഇതിന് ഏറ്റവും ഉള്ളിൽ നമ്മൾ കാണുന്നത് എന്താണ്? കോറാണ്. ഓക്കെയാണ്. അപ്പോ ഏറ്റവും പുറമേ നമുക്ക് ക്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോ ഇതാണ് ഏറ്റവും പുറമേ കാണുന്നത്. അതിനുശേഷം നമുക്ക് ഉള്ളിലോട്ട് പോകുമ്പോൾ മാന്റിൽ എന്നൊരു ഭാഗം കാണാം. ഇനി അതിനും ഉള്ളിലോട്ട് പോവാമെങ്കിൽ നമുക്ക് കോർ എന്നൊരു ഭാഗം കാണാം. അപ്പൊ ഈ എർത്തിനെ നമ്മൾ 3 ആയി തിരിച്ചു. എന്തൊക്കെയാണ് എർത്തിനെ തിരിച്ചത്? ഒന്ന് ക്രസ്റ്റ് ആണ്. ക്രസ്റ്റ് അല്ലെങ്കിൽ എന്ത് പറയും? ഭൂവൽക്കം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഭൂവൽക്കം. മാന്റിലിനെ നമ്മൾ മലയാളത്തിലും മാന്റിൽ എന്ന് തന്നെയാണ് പറയുന്നത്.
കോറിനെ നമ്മൾ കാമ്പ് എന്ന് വിളിക്കുന്നു. കോറിനെ എന്ത് വിളിക്കുന്നു? കാമ്പ് എന്ന് വിളിക്കുന്നു. ഇത്ര എല്ലാവർക്കും പിടികിട്ടിയോ? ക്രസ്റ്റ്, മാന്റിൽ, കോർ. ക്രസ്റ്റ്, കാൻഡിൽ, മാന്റിൽ, കോർ. മൂന്നും പേരും പിടികിട്ടിയോ? ഭൂവൽക്കം, മാന്റില്, കാമ്പ്. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടി? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ഒന്ന് കാമ്പാണ്. ഏറ്റവും പുറമെ കാണുന്നതിനെ ഭൂവൽക്കം. ഭൂവൽക്കം. ഉള്ളിൽ, തൊട്ടുള്ളിൽ മാന്റിൽ, ഏറ്റവും ഉള്ളിൽ കാമ്പ്. കാമ്പ്. ഇത്രയും പിടികിട്ടിയാണ്. മലയാളം മീഡിയം ഉണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? 3 ഏർത്തിന്റെ ഭാഗങ്ങൾ പിടികിട്ടിയില്ലേ? ഓക്കെ ആണ്. ഇനി നമ്മള് നമ്മുടെ ഈ ഒരു ഭൂവൽക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഭൂവൽക്കമാണ് ഏറ്റവും പുറമേ കാണുന്നത്. നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണില്ലേ, അതിനെയാണ് ഭൂവൽക്കം എന്ന് വിളിക്കുന്നത്. ഇതാണ് ഏറ്റവും എന്തായിട്ടുള്ളത്? ഈ തിക്നെസ് കുറഞ്ഞത്, അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞത്, കട്ടി കുറഞ്ഞത്. വെറും 35 കിലോമീറ്റർ ഒക്കെ ഇതിന് വണ്ണമുള്ളൂ എന്ന് നമുക്ക് പറയാം. 35 to 40 എന്ന് പറയാം. എങ്കിലും നിങ്ങൾക്ക് കൃത്യം 35 എന്ന് ഓർത്തു വെക്കാം. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? അപ്പൊ ഇതിന് വണ്ണം കുറവാണ്. ഇതൊരു 35 കിലോമീറ്റർ തിന്നസ്റ്റേ ഉള്ളൂ. തിന്നസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഒരു 35 കിലോമീറ്റർ. ക്ലിയർ ആണ്? അപ്പൊ ഇതാണ് ഏറ്റവും തിന്നസ്റ്റ്. വളരെ തിന്നാണ്, മെലിഞ്ഞിരിക്കുകയാണ് അല്ലെ, വളരെ തിന്നാണ്. അപ്പോ ബാക്കിയെല്ലാം നല്ല കട്ടി കൂടിയ തിക്കായിട്ടുള്ള സാധനമാണ്. പക്ഷെ ഇത് ഏറ്റവും തിന്നസ്റ്റ് ആണ്. ഇച്ചിരിയേ ഉള്ളൂ, മെലിഞ്ഞിരിക്കുകയാണ്. 35 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ക്ലിയർ? പിടികിട്ടിയില്ലേ? മാന്റിലൊക്കെ ആണെങ്കിൽ 2900 കിലോമീറ്റർ ആണ്. അത്രയും വലിയ ഭാഗമാണ് മാന്റിൽ. മാന്റിലാണ് ഏറ്റവും വലിയ ഭാഗം. ഇനി നമ്മൾ നോക്കുമ്പോൾ മെയിൻ മിനറൽസ് ഇതൊക്കെ എന്താണ്? ഇതിനകത്ത് കാണപ്പെടുന്ന നമ്മളുടെ ഈ ഒരു ഭൂവൽക്കം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഭൂവൽക്കത്തെ രണ്ടായി വിളിക്കാം. സിലിക്ക എന്നും സിയാൽ എന്നും വിളിക്കാം. എങ്ങനെയൊക്കെ വിളിച്ചു? സിലിക്ക എന്ന് വിളിച്ചു, സിയാൽ എന്ന് വിളിച്ചു. ഭൂവൽക്കത്തെ നമ്മൾ എത്രയായി തിരിച്ചു? രണ്ടായി തിരിച്ചു. ഒന്ന് സിലിക്ക എന്ന് വിളിച്ചു, മറ്റൊന്ന് സിയാൽ എന്ന് വിളിച്ചു. ഇതിന് മറ്റൊരു പേരുണ്ട്, വൻകര ഭൂവൽക്കം. വൻകര ഭൂവൽക്കം. അതുപോലെ തന്നെ കടൽത്തറ ഭൂവൽക്കം. കടൽത്തറ ഭൂവൽക്കം അല്ലെങ്കിൽ സമുദ്ര ഭൂവൽക്കം എന്നും പറയും. വൻകര ഭൂവൽക്കമുണ്ട്, കടൽത്തറ ഭൂവൽക്കം അല്ലെങ്കിൽ സമുദ്ര ഭൂവൽക്കം എന്ന് രണ്ടായി തിരിക്കാം. ഈ ഒരു പേരുകൾ എല്ലാവർക്കും കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. എല്ലാവർക്കും ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞു ഏർത്തിന്റെ ഷേപ്പ് എന്താണ്? ജിയോയിഡ്. ഇനി ഭൂമിയിലേക്ക് പോകുമ്പോൾ 3 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ക്രസ്റ്റ് ഉണ്ട്, മാന്റിൽ ഉണ്ട്, പിന്നെന്ത് പറഞ്ഞു? കോർ ഉണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭൂവൽക്കം. പിന്നെയോ മാന്റിൽ. കോറിനെ കാമ്പെന്ന് വിളിക്കുന്നു. ഇനി ഈ ഭൂവൽക്കമാണ് ഏറ്റവും തിന്നസ്റ്റ്. വളരെ കട്ടി കുറവാണ്. 35 കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ തിക്നെസ്. ഈ ഭൂവൽക്കത്തെ രണ്ടായി തിരിക്കാം. ഒന്ന് വൻകര ഭൂവൽക്കം, മറ്റൊന്ന് പേരാണ് എന്ത്? കടൽത്തറ ഭൂവൽക്കം അല്ലെങ്കിൽ കടൽ അല്ലെങ്കിൽ സമുദ്രം എന്ന് വിളിക്കത്തില്ലേ, കടൽത്തറ ഭൂവൽക്കം അല്ലെങ്കിൽ സമുദ്ര ഭൂവൽക്കം. ഇത്രയും കാര്യങ്ങള് എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത്രയും ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഇനി നമ്മൾ സിയാൽ എന്നും സിമ എന്നും വിളിച്ചു. ഇംഗ്ലീഷിലും സിയാൽ, സിമ ഇങ്ങനെയാണ് വിളിക്കുന്നത്. ക്ലിയർ ആണ്? ഈ സി എന്നുള്ളത് എന്താണ്? സിലിക്കയാണ്. ആൽ എന്നുള്ളത് അലൂമിനിയമാണ്. അലൂമിനിയം. അതായത് ഇതിനകത്തുള്ള മിനറൽസ് ഏതൊക്കെയാണ്? സിലിക്കയും അലൂമിനിയം കൂടുതലുണ്ട്. അതുകൊണ്ട് ഇതിനെ സിയാൽ എന്ന് വിളിച്ചു. ഓക്കെ ആണ്. ഇതിനെയാണ് നമ്മൾ വൻകര ഭൂവൽക്കം എന്ന് വിളിക്കുന്നത്. മറ്റൊരു പേരാണ് വൻകര ഭൂവൽക്കത്തിന്റെ മറ്റൊരു പേരാണ് സിയാൽ അല്ലെങ്കിൽ സിയാൽ അല്ലെങ്കിൽ സിലിക്കയും അലൂമിനിയം കണ്ടന്റ് കൂടുതലുള്ള ഭൂവൽക്കം. ഇപ്പൊ നമ്മളുടെ വീട്ടിലെ പേര് പൊന്നു, യഥാർത്ഥ പേര് അശ്വതി, അങ്ങനെ പല പേരുകളില്ലേ. അശ്വതി, അച്ചു എന്നും വിളിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് രണ്ടുപേരുടെയും സെയിം പേരാണ്. വൻകര ഭൂവൽക്കം എന്നോ സിയാൽ എന്നോ വിളിക്കുന്നു. ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തു വെക്കാം. കരയിൽ, നമ്മുടെ കരയിൽ നോക്കാമെങ്കിൽ ആൽമരം കാണാം. കരയിൽ എന്തുണ്ട്? ആൽമരമുണ്ട്.
അപ്പൊ വൻകര ഭൂവൽക്കം, ആൽമരം, സിയാൽ എവിടെയാണ്? കരയിലാണ്. സിയാൽ കരയിലാണ്. ഇനി കടൽത്തറ ഭൂവൽക്കമില്ലേ? കടൽത്തറ ഭൂവൽക്കമല്ലെങ്കിൽ സമുദ്ര ഭൂവൽക്കം. സമുദ്ര ഭൂവൽക്കത്തിന്റെ പേരാണ് സിമ. അതായത് സിലിക്കയും മഗ്നീഷ്യവുമാണ് ഇവിടെ കൂടുതലായി കാണുന്ന മിനറൽസ്. സിലിക്കയും ഉണ്ട്, മഗ്നീഷ്യവുമാണ് ഇവിടെ കൂടുതലായി കാണുന്ന മിനറൽസ്. സിലിക്ക ആൻഡ് മഗ്നീഷ്യം. ഈ നമ്മൾ കടലിലേക്ക് പോവാമെങ്കിൽ നമുക്ക് ഒത്തിരി മത്സ്യങ്ങൾ കിട്ടും. സിമ. അപ്പൊ ഇവിടെയാണ് എന്ന് ഓർത്ത് വെച്ചൂടെ? കരയിലാണ് ആൽമരം, കടലിലാണ് മത്സ്യം. അങ്ങനെ ഓർത്ത് വെച്ചാൽ ഈ പേരുകൾ തെറ്റിപ്പോകില്ല. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? കടലിൽ എന്തുണ്ട്? കടലില് മത്സ്യമുണ്ട്, സിമ. എന്നാ കരയിൽ എന്തുണ്ട്? കരയില് ആൽമരമുണ്ട്. അപ്പൊ പേരെന്താ? വൻകര ഭൂവൽക്കത്തിന്റെ സിയാൽ എന്നാണ്. അപ്പൊ സിയാൽ സിലിക്കയും അലൂമിനിയവുമാണ്. സിമ സിലിക്കയും മഗ്നീഷ്യവുമാണ്. ഓക്കെ ആണ്. ഇനി എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡൗട്ട് ഇല്ലല്ലോ? പേരുകളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ നോക്കിയേ, കുറെ മിനറൽസ് ഉണ്ട്. ഇതിനകത്ത് സിലിക്കയും അലൂമിനിയം ഉണ്ട്. അലൂമിന, അതുകൊണ്ടാണ് ഇതിനെ സിയാൽ എന്ന് വിളിച്ചത്. ഓക്കെ ആണ്. ഇനി ഓഷ്യാനിക് ക്രസ്റ്റ്, വൻകര ഭൂവൽക്കത്തിന്റെ പേരാണ് ഓഷ്യാനിക് ക്രസ്റ്റ്. ഓഷ്യൻ എന്ന് വെച്ചാൽ സമുദ്രമാണ്. സമുദ്ര ഭൂവൽക്കം അല്ലെങ്കിൽ കടൽത്തറ ഭൂവൽക്കത്തിന്റെ പേരാണ് ഓഷ്യാനിക് ക്രസ്റ്റ്. വൻകര ഭൂവൽക്കം, വൻകര എന്ന് വെച്ചാൽ കോണ്ടിനെന്റ്സ് അല്ലേ? വൻകര, കരകൾ, കോണ്ടിനെന്റ്സ്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നാണ് വൻകര ഭൂവൽക്കത്തിന്റെ പേര്. ഇത് കണ്ട, ഈ ക്രസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന വലിയ കരകളുടെ കൂടെയാണ്. ഈ കരയോട് ചേർന്നാണ് ഇത് കാണുന്നത്. കോണ്ടിനെന്റ്സിന്റെ കൂടെയാണ് ഇത് കാണുന്നത്. അപ്പോ അതുകൊണ്ട് ആണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ കര ഏതൊക്കെയാണ്? ഏഷ്യ എന്ന് പറയുന്ന വൻകരയുണ്ട്. പിന്നെയോ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഇങ്ങനെ ഒരുപാട് വൻകരകൾ നമുക്കറിയാം. 7 വൻകരകളുണ്ട് അല്ലെ? അത് ഏഷ്യ എന്ന ഭൂഖണ്ഡ വൻകരയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോ ഈ കരയോട് ചേർന്ന് കാണുന്ന ക്രസ്റ്റിനെ, ആ ഭാഗത്തെയാണ് നമ്മൾ വൻകര ഭൂവൽക്കം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം സമുദ്രം, വിശാലമായി കിടക്കുന്ന സമുദ്രമുണ്ട് ഇവിടെ. ഈ ഓഷ്യനിലെ ക്രസ്റ്റ്, ഓഷ്യനോട് ചേർന്ന് കാണുന്ന ഈ ക്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓഷ്യാനിക് ക്രസ്റ്റ് അല്ലെങ്കിൽ സമുദ്ര ഭൂവൽക്കം എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിവിടെ ഭൂവൽക്കമുണ്ട്. ഭൂവൽക്കം തന്നെ ഓഷ്യനോട് ചേർന്നുള്ള ഭൂവൽക്കമുണ്ട്. കോണ്ടിനെന്റ്സ്, വൻകരകളോട് ചേർന്നുള്ള ഭൂവൽക്കമുണ്ട്. അതിനെ വൻകര ഭൂവൽക്കം എന്നും ഇപ്പുറത്ത് എന്ത് പറയുന്നു? ഓഷ്യാനിക് ഭൂവൽക്കം എന്നും പറയുന്നു. ഓഷ്യാനിക് ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് സിലിക്കയും മഗ്നീഷ്യവുമാണ്. വൻകര ഭൂവൽക്കത്തിൽ സിലിക്കയും അലൂമിനിയമാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്? ഓക്കെ ആണ്. ഇനി ബാക്കി പറയട്ടെ. ഓക്കെ, നോക്കിയേ, ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ 1% ആണ്. നമ്മുടെ ടോട്ടൽ എർത്തിന്റെ വോളിയത്തിന്റെ വെറും 1% മാത്രമാണ് ക്രസ്റ്റ്. അതായത് ദിസ് ഈസ് ദ തിന്നസ്റ്റ് ലെയർ ആണ്. തിന്നസ്റ്റ് ലെയർ ആണ്. വെറും 35 കിലോമീറ്റർ മാത്രമാണ്. 84% ആരാണ്? 84% മാന്റിലാണ്. മാന്റിലാണ് ഏറ്റവും കൂടുതലുള്ളത്. 2900 കിലോമീറ്റർ വീതി ഇങ്ങനെ കിടക്കാണ്. ഇത്രയും ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് മാന്റില്. അപ്പൊ 85% കഴിഞ്ഞു. ഇനി 15% ഉള്ളൂ. ടോട്ടൽ 100% അല്ലേ? അപ്പൊ ഈ 15% എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനി കോറാണ്. 15% കോറ്. ബാക്കി 15% കോറ്. അപ്പൊ എർത്ത്, നമ്മുടെ എർത്തിനെ ഒരു സ്ഫിയർ ആയി കാണുമ്പോൾ ഇതിനൊരു റേഡിയസ് ഉണ്ട് അല്ലെ? എർത്തിനൊരു റേഡിയസ് ഉണ്ട്. റേഡിയസിന്റെ മലയാളം ആരം എന്നാണ്. നമ്മളൊരു വട്ടത്തെ റേഡിയസ് കാണത്തില്ലേ? ആരം കാണില്ലേ? ഈ റേഡിയസ് 6371 കിലോമീറ്റർ ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. എർത്തിന്റെ റേഡിയസ് എത്രയാണ്? അപ്പൊ എർത്തിന്റെ റേഡിയസ് എത്രയാണ്? 6371 കിലോമീറ്റർ ആണ് എർത്തിന്റെ റേഡിയസ്. അപ്പൊ ഭൂമിയുടെ റേഡിയസ് എത്രയാണ്? 6371 കിലോമീറ്റർ ആണ്. അപ്പൊ ചോദ്യം, എർത്തിന് എത്ര ആയി തിരിക്കുന്നു? ഭൂമി എത്ര ആയി തിരിച്ചിരിക്കുന്നു? ആൻസർ 3. ഏതൊക്കെയാണ്? ക്രസ്റ്റ് ഉണ്ട്, പിന്നെന്തുണ്ട്? മാന്റിൽ ഉണ്ട്, പിന്നെന്തുണ്ട്? കോറുണ്ട്. ക്രസ്റ്റിന്റെ മലയാളമാണ് ഭൂവൽക്കം. മാന്റിലിന്റെ മലയാളം മാന്റിൽ എന്ന് തന്നെയാണ്. കോറ് കാമ്പ് എന്നാണ്.
ഈ ഭൂവൽക്കത്തെ രണ്ടായി തിരിച്ചു. ഓഷ്യാനിക് ക്രസ്റ്റ് അതുപോലെ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് വെച്ചാൽ സമുദ്ര ഭൂവൽക്കം, കടൽത്തറ ഭൂവൽക്കം. കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ മലയാളമാണ് വൻകര ഭൂവൽക്കം. ഓഷ്യാനിക് ക്രസ്റ്റിനെ നമുക്ക് സിമ എന്ന് വിളിക്കാം. വൻകര ഭൂവൽക്കത്തെ നമുക്ക് സിയാൽ എന്ന് വിളിക്കാം. ഇതിനകത്ത് സിലിക്കൺ മഗ്നീഷ്യ കൂടുതൽ, സിലിക്കൺ അലൂമിന കൂടുതൽ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു, ക്രസ്റ്റ് എത്ര ശതമാനം? 1% മാത്രമേ ഉള്ളൂ ഭൂമിയുടെ. അപ്പൊ മാന്റിൽ എത്ര ശതമാനം? 84%. കോർ എത്ര ശതമാനം? 15%. ഇത് മനസ്സിലായില്ലേ? റേഡിയസ് ഓഫ് ദ എർത്ത് എത്രയാണ്? 6371 കിലോമീറ്റർ ആണ്. 6371 കിലോമീറ്റർ. തിന്നസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് ഏതാണ്? അത് ക്രസ്റ്റ് ആണ്. തിന്നസ്റ്റ് ലെയർ ക്രസ്റ്റ് ആണ്. ഇത്രയും പിടികിട്ടി. ഇനി തിന്നസ്റ്റ് മാത്രമല്ല, അപ്പർ മോസ്റ്റ് ലെയർ, ഏറ്റവും മുകളിലുള്ള ലെയറും ആര് തന്നെയാണ്? ക്രസ്റ്റ് തന്നെയാണ്. ഏറ്റവും മുകളിലുള്ള ലെയറും ആര് തന്നെ? ക്രസ്റ്റ് തന്നെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? എന്റെ പേര് റീജ എന്നാണ് കേട്ടോ, റീജ എന്നാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. ഷിനോയ് പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു, ഡൗട്ട് ഉണ്ടോ? റീജ എന്നാണ് എന്റെ പേര്, റീജ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്നർ മോസ്റ്റ് ലെയർ ഏതാണ്? ഔട്ടർ മോസ്റ്റ് നമുക്ക് മനസ്സിലായി, ഏതാണ്? ക്രസ്റ്റ് ആണ്, ഭൂവൽക്കമാണ്. എങ്കിൽ ഇന്നർ മോസ്റ്റ് ആരാ? കോറാണ്. ഇന്നർ മോസ്റ്റ് കോറാണ്. ഇതിന് ഒരു റേഡിയസ് 3500 കിലോമീറ്ററോളം വരുന്നു. അപ്പോ ഇറ്റ് ഈസ് ദ മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് നിക്കൽ ആൻഡ് അയൺ. അപ്പൊ ഇത് കൂടുതലും ഉണ്ടാക്കിയിരിക്കുന്നത് നിക്കലും അയണിനെ നമ്മൾ Fe കൊണ്ടല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് നിഫെ. അപ്പൊ കോറ് അല്ലെങ്കിൽ കാമ്പിനെ നമുക്ക് നിഫെ എന്ന് വിളിക്കാം. അപ്പൊ ഇന്നർമോസ്റ്റ് ലെയർ, നമ്മുടെ ഭൂമിയുടെ ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന പാളിയുടെ പേരാണ് കോറ് അല്ലെങ്കിൽ കാമ്പ്. മലയാളത്തിൽ കാമ്പ്, ഇംഗ്ലീഷിൽ കോറ്. ഈ കോറ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഇവിടെ അലൂമിന, മഗ്നീഷ്യ, സിലിക്കൺ, അലൂമിന കണ്ടതുപോലെ ഇവിടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് നിക്കലും അയണുമാണ് കാണപ്പെടുന്നത്. നിഫെ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെയാണ്. ഇനി നമ്മളുടെ കോറ് എന്ന് പറയുന്നത് വളരെ എന്തായിരിക്കും? ചൂട് കൂടിയ ഭാഗമായിരിക്കും. ഭൂമിയുടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. 5500 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. നമ്മുടെ സൂര്യനിലേക്ക് പോകുന്ന അതേ അവസ്ഥയാണ് ഭൂമിയിലേക്ക് പോയാലും. 5000 to 5500 അത്രയും ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ്. നമ്മളൊക്കെ അങ്ങോട്ട് പോവാമെങ്കിൽ ഉടനെ തന്നെ മെൽറ്റ് ആയി തിരിച്ചു വരാം. നമ്മൾ മാത്രമല്ല, വലിയ പാറകൾ പോലും മെൽറ്റ് ആയി പോകും. അത്ര ടെമ്പറേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് സൂര്യനിലേക്കും ഗ്രഹങ്ങളൊന്നും അയക്കാൻ പറ്റാത്തത്. ഇതിന്റെ അടുത്തോട്ടം കാണാൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉരുകിപ്പോകും. അതുകൊണ്ടാണ് അത്ര ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ മാത്രമല്ല, ഹൈ പ്രഷർ കൂടിയാണ്. ഇതിന്റെ ഉള്ളില് ഈ സെന്റർ പോയിന്റില് ഭയങ്കര ടെമ്പറേച്ചർ ആണ്, ഹെവി ടെമ്പറേച്ചർ ആണ്. അതുപോലെ ഹെവി പ്രഷർ കൂടുതലാണ്. ക്ലിയർ ആണ്? ഇത്രയും മനസ്സിലായോ? 6371 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഡിയസ് എന്ന് പിടികിട്ടിയില്ലേ? ഓക്കെ. അപ്പോ നമ്മുടെ ഈ ഏറ്റവും ഉൾഭാഗത്തെ നമ്മൾ എന്ത് വിളിച്ചു? കാമ്പ് എന്ന് വിളിച്ചു. കോറ് അല്ലെങ്കിൽ കാമ്പ് എന്ന് വിളിച്ചു. ഇതിന് നമുക്ക് രണ്ടായി തിരിക്കാം. അകക്കാമ്പ് എന്നും അതുപോലെ തന്നെ പുറക്കാമ്പ് എന്നും തിരിക്കാം. അകക്കാമ്പ് എന്ന് വെച്ചാൽ ഇന്നർ കോറാണ് അല്ലെ. പുറക്കാമ്പ് എന്ന് പറയുമ്പോൾ ഔട്ടർ കോറാണ്. ഔട്ടർ കോർ, ഇന്നർ കോർ എന്നും ഔട്ടർ കോർ എന്നും വിളിക്കാം. കോറിനെ മൊത്തത്തിൽ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കുന്നു, അത് നിഫെ എന്നാണ്. നിഫെ എന്നാണ്. മനസ്സിലായോ? ക്ലിയർ ആണ്? ഇത് കണ്ടോ, ഇന്നർ കോറ്. പുറത്ത് കാണുന്നതിനെ ഔട്ടർ കോറ്. ഇന്നർ കോറുണ്ട്, ഔട്ടർ കോറുണ്ട്. മാൻഡിലിനെയും തിരിക്കുന്നുണ്ട്, അത് ഉപരി മാൻഡിൽ, അതുപോലെ അധോ മാൻഡിൽ എന്നൊക്കെ പറഞ്ഞ് തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കേണ്ട, കുറച്ചും കൂടെ വലുതാവുമ്പോഴാണ് അതൊക്കെ പഠിക്കേണ്ടത്. ഉപരി മാൻഡിൽ, അധോ മാൻഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മാൻഡിലിനെയും തിരിക്കുന്നുണ്ട്. എല്ലാത്തിനെയും രണ്ടായി തിരിക്കുന്നുണ്ട്. ക്ലിയർ ആണ്? എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി വലിയ ക്ലാസ്സിലൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ സ്റ്റേറ്റ്സ് ഒക്കെ പഠിക്കണം. അതായത് ഏറ്റവും പുറമേ നമ്മൾ നോക്കുമ്പോൾ ഒരു ഖര അവസ്ഥയിലാണ്, സോളിഡ് സ്റ്റേറ്റ് ആണ്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഉരുകിയ അവസ്ഥകൾ കാണാം അല്ലെ. ഉരുകിയ അവസ്ഥ കാണാം, മെൽറ്റഡ് സ്റ്റേറ്റ്സ് കാണാം. അപ്പൊ ഏതൊക്കെയാണ് ഉരുകിയ അവസ്ഥ, ഏതൊക്കെയാണ് സോളിഡ് സ്റ്റേറ്റ്? ഏറ്റവും ഉള്ളില് ഇന്നർ പാർട്ട് നമ്മൾ വിചാരിക്കും ഉരുകി കിടക്കുകയാണ്. കാര്യം എന്താണ്?
ഹെവി ടെമ്പറേച്ചർ ആണ്. പക്ഷേ ഇന്നറിലെ ഹൈ പ്രഷർ കാരണം അവിടെയും ഒരു ഖരാവസ്ഥയൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. നമുക്ക് വേണ്ടത് മാത്രം ഈ കുഞ്ഞു ക്ലാസ് നമുക്ക് പഠിച്ചെടുക്കാം. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതോടുകൂടി നമ്മുടെ എർത്തിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, നോട്ട്സ് മലയാളത്തിൽ വേണം. ഓക്കെ, ക്ലിയർ ആണ്? മലയാളത്തിൽ വെക്കാം. ഇത്രയും കാര്യങ്ങൾ സെറ്റായോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഭൂമിയുടെ ഷേപ്പ് എന്താണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് എന്താണ്? എന്ത് കിട്ടി? ഭൂമിയുടെ ഷേപ്പ് ജിയോയിഡ് എന്ന് കിട്ടി. ഇനി നമ്മൾ പറഞ്ഞത് ഭൂമിയെ എത്ര ആയി തിരിക്കാം? 3 ആയി തിരിക്കാം. ഏതൊക്കെയാണ്? ക്രസ്റ്റ് അല്ലെങ്കിൽ എന്ത് മലയാളത്തിൽ പറയുന്നത് ഭൂവൽക്കം. അടുത്തത് മാന്റിൽ. മാന്റിൽ തന്നെയാണ് മലയാളവും ഇംഗ്ലീഷും. കോറ് അല്ലെങ്കിൽ കാമ്പ് എന്നാണ്. ഇനി ക്രസ്റ്റിനെ നമ്മൾ 2 ആയി തിരിക്കുന്നു. ഒന്ന് വൻകര ഭൂവൽക്കം കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ്. മറ്റൊന്ന് എന്താണ്? കടൽത്തറ അല്ലെങ്കിൽ സമുദ്ര ഭൂവൽക്കം, ഇംഗ്ലീഷിൽ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നു. വൻകര ഭൂവൽക്കത്തിന് മറ്റൊരു പേരുണ്ട്, അത് സിയാൽ എന്നാണ്. ഇതിന്റെ പേര് സിമ എന്നാണ്. ഇത്രയും മനസ്സിലായി. മാന്റിൽ 2900 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് കൂടുതൽ കാണുന്നത്. ഭൂവൽക്കം ഒരു തിന്നസ്റ്റ് ലെയർ ആണ്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറും നമ്മുടെ ക്രസ്റ്റ് ആണ്. 35 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇത്രയും കിട്ടി. ഇനി കോറിന്റെ മറ്റൊരു പേര് നിഫെ എന്നാണ്. ഇതിനെ നമുക്ക് ഇന്നർ കോർ എന്നും ഔട്ടർ കോർ അകക്കാമ്പ് പുറക്കാമ്പ് എന്ന് 2 ആയി തിരിക്കാം. ഇനി എർത്തിന്റെ റേഡിയസ് 6371 കിലോമീറ്റർ ആണ് എന്നും മനസ്സിലായി. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? കോറ് 1% ആണ്. 84% മാന്റിൽ, 15% നമ്മളുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത് 1%, മാന്റിൽ എന്ന് പറയുന്നത് 84%, കോറ് 15%. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരമായി പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ ആണ്? മാന്റിലാണ് കൂടുതലുള്ളത് ഏതാണ്? എർത്തിന്റെ ഭാഗം മാന്റിലാണ്. ഇനി ഏറ്റവും ഉള്ളിൽ ഭയങ്കര ടെമ്പറേച്ചർ ആണ്. 5500 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഹൈ ടെമ്പറേച്ചർ ആണ്, ഹൈ പ്രഷർ ആണ്. സെന്റർ കോറ്, സെൻട്രൽ പാർട്ട്. ഇത്ര എല്ലാവർക്കും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? റേഡിയസിന്റെ മലയാളം ആരം എന്നാണ്. റേഡിയസിന്റെ മലയാളം ആരം എന്നാണ്. ആരം, റേഡിയസ് എന്ന് വെച്ചാൽ ആരം. ഓക്കെ ആണ്? എന്താണ് റേഡിയസിന്റെ മലയാളം? ആരം എന്നാണ്. ആരം, റേഡിയസ്. നിങ്ങൾ മാത്സിൽ റേഡിയസ് ചെയ്യത്തില്ലേ? സർക്കിൾ പഠിക്കുമ്പോൾ സർക്കിളിന്റെ വിസ്തീർണം πr² എന്നൊക്കെ പഠിക്കത്തില്ലേ? ആർ എന്ന് വെച്ചാൽ റേഡിയസ് ആണ്. ഇനി നമ്മൾ റോക്ക് എന്താണ് എന്ന് പഠിക്കാൻ പോവുകയാണ്. എന്താണ് റോക്ക് അല്ലെങ്കിൽ പാറകൾ എന്താണ്? എർത്തിന്റെ ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ അറിയാം, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, ഏറ്റവും തിന്നസ്റ്റ് ലെയർ ആണ് ക്രസ്റ്റ്. ക്രസ്റ്റിന്റെ മലയാളം ഭൂവൽക്കം എന്നാണ്. ഇത് 2 എണ്ണമുണ്ട്. സിയാലുമുണ്ട്, സിമയുമുണ്ട്. സമുദ്ര ഭൂവൽക്കവുമുണ്ട്, അതുപോലെ വൻകര ഭൂവൽക്കവുമുണ്ട്. അപ്പൊ എർത്തിന്റെ ക്രസ്റ്റ് ഇത് പലതരത്തിലുള്ള എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു? പാറകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ഇതിനകത്ത് ഒരുപാട് മിനറൽസ് ഉണ്ട്. എർത്തിന്റെ ക്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റോക്സ് എന്ന് വിളിക്കുന്നത്. നാച്ചുറൽ മാസ് ഓഫ് മിനറൽ മാറ്റർ ദാറ്റ് മേക്സ് അപ്പ് ദ എർത്ത് ക്രസ്റ്റ്. അപ്പോൾ നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാറ എന്ന് വിളിക്കുന്നത്. നമ്മൾ മനുഷ്യൻ നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ സാധനങ്ങളല്ല, നാച്ചുറൽ ആയിട്ട് ഭൂമിയിൽ തന്നെ ഉണ്ടാകുന്ന പ്രകൃതിദത്തമായ സാധനങ്ങളെയാണ് നമ്മൾ റോക്ക് എന്ന് വിളിക്കുന്നത്. ചിലപ്പോ ഒരുപാട് മണ്ണുകൾ ചേർന്നായിരിക്കാം റോക്ക് ഉണ്ടായത്. ചിലപ്പോ എന്തായിരിക്കാം? അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായിട്ട് രൂപപ്പെട്ടതാകാം റോക്ക്. അങ്ങനെ പല രീതിയിലാണ് റോക്ക് അല്ലെങ്കിൽ പാറകൾ രൂപപ്പെടുന്നത്. ഓക്കെയാണ്?
അപ്പൊ ഇത് പ്രകൃതിദത്തമായി രൂപപ്പെടുന്ന നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റിന് അടുത്ത് പ്രകൃതിദത്തമായി രൂപപ്പെടുന്നവയാണ് നമ്മൾ പാറ എന്ന് വിളിക്കുന്നത്. ഇത് പല കളറിലായിരിക്കും. ചിലത് വെള്ള കളറായിരിക്കും, ചിലത് ചാര കളറായിരിക്കും, ചിലത് ബ്രൗണിഷ്, അല്ലെങ്കിൽ ചിലതാണെങ്കിൽ ഒരു റെഡിഷ് ആയിരിക്കാം, ചിലത് ബ്ലാക്കിഷ് ആയിരിക്കാം, പല കളേഴ്സ് ആയിരിക്കാം, പല സൈസ് ആയിരിക്കും. ചില പാറകൾ വലുതാണ്, ചില പാറകൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പാണ്, ചിലത് ചെറിയ ചെറിയ പാറകളാണ്. അപ്പൊ പല ഷേപ്പാണ്, പല ടെക്സ്ചറാണ്, പല കളറാണ്. അപ്പൊ പലതരത്തിലുള്ള പാറകൾ എർത്തിന്റെ ക്രസ്റ്റുകളിൽ രൂപപ്പെടുന്നു. ഇനി നമ്മൾ പാറകളെ നോക്കുമ്പോൾ നമുക്ക് 3 തരത്തിലുള്ള റോക്കുകൾ ഉണ്ട്. ഏതൊക്കെയാണ് 3 റോക്കുകൾ? ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി റോക്സ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. 3 തരം പാറകളാണ് ഉള്ളത്. ഇഗ്നിയസ് റോക്കിന്റെ പേരാണ് ആഗ്നേയ ശില എന്ന് മലയാളത്തിൽ പറയുന്നു. എന്താണ് ഇതിന്റെ പേര്? ആഗ്നേയശില. ഇനി സെഡിമെന്ററി റോക്കിന്റെ മലയാളം എന്താണ്? അവസാദ ശില എന്നാണ്. അടുത്തത് മെറ്റാമോർഫിക് റോക്കാണ്. ഇതിന്റെ മലയാളം കായാന്തരിത ശില എന്നാണ്. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള പാറകളെ കാണാം. ഒന്ന് ആഗ്നേയശിലയാണ്, മറ്റൊന്ന് അവസാദ ശിലയാണ്, മറ്റൊന്ന് കായാന്തരിത ശിലയാണ്. Igneous rocks, sedimentary rocks, metamorphic rocks. Igneous rocks, sedimentary rocks and metamorphic rocks. അപ്പൊ നമുക്ക് എർത്തിന്റെ സ്ട്രക്ചർ 3 എണ്ണം ഉള്ളതുപോലെ റോക്കുകൾ എത്ര തരം പാറകളുണ്ട് എന്ന് ചോദിച്ചാൽ 3 തരം പാറകളാണ് ഉള്ളത്. കിട്ടിയോ? പാറകളെ കുറിച്ച് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണോ? എല്ലാവർക്കും പിടി കിട്ടിയോ? ക്ലിയർ ആണോ? എക്സാമിന്റെ ടൈം ഒക്കെ നമുക്ക് ഗ്രൂപ്പിൽ വരും. ഓക്കെ, എക്സാം ടൈം എനിക്ക് കൃത്യമായി അറിയില്ല, അത് ഗ്രൂപ്പിൽ വരും കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി റോക്സിനെ കുറിച്ച്. ഇനി എന്താണ് ഇഗ്നിയസ് എന്ന വാക്കിന്റെ അർത്ഥം? ഇതൊരു ലാറ്റിൻ വേർഡ് ആണ്. ഇതിന്റെ അർത്ഥം തീ, ഫയർ എന്നാണ്. സെഡിമെന്ററി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലാറ്റിൻ വേർഡ് ആണ്. ഇതിന്റെ അർത്ഥം അവസാദങ്ങൾ. അവസാദശിലയല്ലേ, എന്തൊക്കെയോ ഇങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്തു, അടിഞ്ഞുകൂടി ഉണ്ടാകുന്നു. മെറ്റാമോർഫിക് എന്ന് വെച്ചാലും ഇത് 2 ലാറ്റിൻ വേർഡ് ആണെങ്കിൽ ഇത് ഗ്രീക്ക് പദമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു ഫോം മറ്റൊരു ഫോമായി ചേഞ്ച് ആവുകയാണ്, ഒന്ന് മറ്റൊന്നായി മാറുകയാണ്, ചേഞ്ചസ് ആണ്. നമുക്കൊരു മാറ്റമില്ലേ? ഇപ്പൊ ചിലരുടെ ഹെയർ നല്ല ലെങ്തി ഹെയർ ആണ്, കുറച്ച് കഴിയുമ്പോൾ ഇവര് കേളി ആയിട്ട് വരുന്നു, അപ്പൊ ഇവരിൽ ഒരു മാറ്റം. ഇനി ചിലര് ഹെയർ കട്ട് ചെയ്യുന്നു, അപ്പൊ ഒരു മാറ്റം, അല്ലെ? നമുക്ക് പലതരത്തിലുള്ള മാറ്റമുണ്ട്. ചിലര് ഈ പ്രാവശ്യം ക്ലാസ് ഫസ്റ്റ് ആണ്, അപ്പൊ അടുത്ത വർഷം മറ്റൊരാൾ ക്ലാസ് ഫസ്റ്റ് ആയി, അപ്പൊ ഒരു മാറ്റം. അപ്പൊ എന്തെങ്കിലും ഒരു പുതിയത് സംഭവിക്കുന്നതിന് നമ്മൾ മാറ്റം എന്ന് പറയുന്നു. അതുപോലെ ഈ ചേഞ്ചസ്, ഓരോ ഫോം ചേഞ്ച് ആകുന്നതിനെയാണ് മെറ്റാമോർഫിക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇഗ്നിയസിന്റെ അർത്ഥം മനസ്സിലായി, തീ എന്നാണ്. സെഡിമെന്ററി എന്ന് വെച്ചാൽ അവസാദങ്ങൾ, അടിഞ്ഞുകൂടൽ, ഇതാണ്. മെറ്റാമോർഫിക് എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഒരു മാറ്റമാണ്, ചേഞ്ച് ആണ്. ലാറ്റിൻ വേർഡ്സ് ആണ് ഇഗ്നിയസും സെഡിമെന്ററിയും. മെറ്റാമോർഫിക് ഒരു ഗ്രീക്ക് പദമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പാറയെ കുറിച്ച് എന്തൊക്കെ പിടികിട്ടി? എന്താണ് പാറ? നമ്മുടെ ക്രസ്റ്റിൽ രൂപപ്പെടുന്നതാണ്. ഈ ക്രസ്റ്റില് നാച്ചുറലി ഒക്കർ ചെയ്യുന്നതാണ് പാറകൾ. ഇത് പല ടൈപ്പ് ആകാം, പല സ്ട്രക്ചർ ആകാം, പല ടെക്സ്ചർ ആകാം, പല നിറത്തിലാകാം. 3 തരം പാറകളുണ്ട്: ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി റോക്സ് ആൻഡ് മെറ്റമോർഫിക് റോക്സ്. ഇഗ്നിയസിന്റെ മലയാളം ആഗ്നേയശില എന്നാണ്. സെഡിമെന്ററി അവസാദ ശില എന്നാണ്. മെറ്റാമോർഫിക് കായാന്തരിത ശില എന്നാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇഗ്നിയസ് റോക്സ്, ഇതെങ്ങനെയാണ് ഈ ആഗ്നേയശിലകൾ രൂപപ്പെടുന്നത്? ആഗ്നേയശിലയുടെ ഇംഗ്ലീഷ് ആണ് ഇഗ്നിയസ് റോക്സ്. അതായത് ഭൂമിയുടെ അടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രഷർ വേരിയേഷനോ ടെമ്പറേച്ചർ വേരിയേഷനോ ഒക്കെ കാരണം ഈ മാഗ്മ, ലാവയൊക്കെ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് കയറി വരുന്നു, ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ ഇതൊരു മെൽറ്റഡ് ഫോമാണ്. ഈ ഇങ്ങനെ ഉരുകിയ അവസ്ഥയാണിത്. ഇത് പിന്നെ ഉരുകിയ അവസ്ഥ അവിടെ ഇരുന്ന് പതുക്കെ ചൂട് മാറുമ്പോൾ അതൊരു കല്ലായി മാറുന്നു, ഒരു സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ഇഗ്നിയസ് എന്ന് വെച്ചാൽ തീ എന്നല്ലേ? അഗ്നിപർവ്വതം എന്ന് വെച്ചാൽ എന്താണ്? തീ കൊണ്ടുള്ള പർവ്വതം, അല്ലെ? അഗ്നിപർവ്വതം, തീ കൊണ്ടുള്ള പർവ്വതം.
അപ്പൊ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി ഭൂമിക്കടിയിലുള്ള എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ കാരണം ഈ ഭൂമിക്കടിയിൽ ഒരുപാട് മെൽറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മാഗ്മ, ലാവ എന്നൊക്കെ വിളിക്കുന്നത്. ഈ പാറകളൊക്കെ ഇങ്ങനെ ഉരുകിയ അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് ഓഫ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. അപ്പൊ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ ഈ പാറകളൊക്കെ ഇങ്ങനെ ഉരുകിയ അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ മാഗ്മ, ലാവ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ കാരണം പൊങ്ങി മേളിലോട്ട് വരുന്നതിനെയാണ് അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് കുറച്ചു നേരം കഴിഞ്ഞ് ഇവിടുത്തെ ടെമ്പറേച്ചറുമായി റെഡിയായി വരുമ്പോൾ ഇതൊരു കല്ലായി മാറും. ഈ ഉരുകിയ അവസ്ഥ അങ്ങ് തണുത്തുറഞ്ഞ് ഒരു കല്ലായി മാറുന്നു. ഇങ്ങനെ ഒരു പുതിയ ഒരു പാറ പെട്ടെന്ന് രൂപപ്പെടുന്നു. ഇതിനെയാണ് ഇഗ്നിയസ് റോക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ എന്താണ് ഇഗ്നിയസ് റോക്സ് എന്ന്? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇഗ്നിയസ് റോക്സ് മനസ്സിലായവരെല്ലാം ഒന്ന് ഇമോജീസ് ഇട്ടേ. ഒരു അഗ്നിപർവ്വതങ്ങളുടെയൊക്കെ സ്ഫോടനങ്ങളുടെയൊക്കെ ഫലമായിട്ട് മാഗ്മ, ലാവ ഒക്കെ വെളിയിലോട്ട് വരികയും ഭൂമിയുടെ വെളിയിലേക്ക് സർഫസിലേക്ക് വരികയും അത് പിന്നീട് തണുത്തുറഞ്ഞ് എന്തായി മാറുന്നു? ഒരു കല്ലായി മാറുന്നു. അത് പുതിയൊരു പാറയാവുകയാണ്. സോളിഡ് സ്റ്റേറ്റിലായി മാറുന്നു. ആദ്യം ഇത് മെൽറ്റഡ് സ്റ്റേറ്റിലായിരുന്നു. അപ്പൊ ഇഗ്നിയസ് എന്ന് വെച്ചാൽ തീ എന്നാണ് അർത്ഥം, ഫയർ. ഇതിന് നമുക്ക് പ്രൈമറി റോക്സ് എന്ന് പറയാം. മലയാളത്തിൽ ഇതിനെ പ്രാഥമിക ശില, പിതൃശില, മാതൃശില ഇങ്ങനെ പല പേരുകളിൽ വിളിക്കുന്നു. മാതൃശില, പിതൃശില, അതിലെ പ്രാഥമിക ശില, പ്രൈമറി റോക്സ് ഇങ്ങനെ പല പേരുകളിൽ വിളിക്കുന്നു. അപ്പോ രണ്ട് തരത്തിലുള്ള റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഇൻട്രൂസീവ് റോക്സ് ആണ്, മറ്റൊന്ന് എക്സ്ട്രൂസീവ് റോക്സ് ആണ്. ഒന്ന് ഇൻട്രൂസീവ് ആണ്, മറ്റൊന്ന് എന്താണ്? എക്സ്ട്രൂസീവ് ആണ്. ഇൻട്രൂസീവും ഉണ്ട്, എക്സ്ട്രൂസീവും ഉണ്ട്. അപ്പൊ എന്താണ് ഈ എക്സ്ട്രൂസീവ് റോക്സ് എന്ന് വെച്ചാല്, എക്സ്ട്രൂസീവ് വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് കൂളാകും. സർഫസിൽ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്താകുന്നു? കൂളാകുന്നു. ഇതിന് എക്സാമ്പിൾ ആണ് ബസാൾട്ട് എന്ന് പറയുന്നത്. പാറ എന്നാണ് മലയാളം, ശില എന്നും പറയാം. അപ്പൊ റോക്സ്, പാറ, ശില എന്നൊക്കെയാണ് മലയാളം. അപ്പൊ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കൂളാകുന്നു. എന്നിട്ട് സർഫസിൽ നമുക്ക് കാണപ്പെടും ബസാൾട്ട്. ഡെക്കാൻ പീഠഭൂമിയിലേക്കൊക്കെ നോക്കുമ്പോൾ ബസാൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇൻട്രൂസീവോ അങ്ങനെ ഫാസ്റ്റ് ആയിട്ടല്ല, വളരെ സ്ലോ ആയിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? ഇതിങ്ങനെ രൂപപ്പെട്ട് വരുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്. അപ്പൊ ആഗ്നേയ ശില അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സിന് രണ്ട് എക്സാമ്പിൾസ് പഠിച്ചു. ഏതൊക്കെ പാറകളാണ്? ബസാൾട്ട് എന്ന പാറയും ഗ്രാനൈറ്റ് എന്ന പാറയും ഇതിന് എക്സാമ്പിൾ ആണ്. ബസാൾട്ട്, ഗ്രാനൈറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആയവരെല്ലാരും ലൈക്ക് ചെയ്തേ. ക്ലിയർ ആണ്. ബസാൾട്ട്, ഗ്രാനൈറ്റ് രണ്ട് ശിലകൾ പഠിച്ചോ? എല്ലാരും പഠിച്ചു. രണ്ട് ശിലകൾ, ബസാൾട്ട് പഠിച്ചു, ഗ്രാനൈറ്റ് പഠിച്ചു. ഇനി നമുക്ക് പറയേണ്ടത് വളരെ ഫാസ്റ്റ് ആയിട്ട് രൂപപ്പെടുന്നു എങ്കിൽ ഇത് നമുക്ക് എന്ത് വിളിക്കാം? എക്സ്ട്രൂസീവ് റോക്സ് എന്ന് വിളിക്കാം. വളരെ വേഗത്തിൽ ഇതെന്തായി മാറുന്നു? ഒരു പാറയായി മാറുന്നു. പതുക്കെയാണ് ഇതൊരു പാറയായി മാറുന്നതെങ്കിൽ ഇതിനെ നമുക്ക് ഇൻട്രൂസീവ് റോക്സ് എന്നാണ് വിളിക്കുന്നത്. എക്സ്ട്രൂസീവും ഉണ്ട്, ഇൻട്രൂസീവും ഉണ്ട്. ക്ലിയർ ആണ്? അപ്പോ ഇതിന് ഈ വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്ന ബസാൾട്ടിന് എന്ന് വെച്ചാൽ വളരെ മികച്ചൊരു ഷേപ്പ് ഒക്കെയാണ്. ഇപ്പൊ നമുക്ക് പല പാറകൾ കാണാം. ചില നല്ല ഷേപ്പിലായിരിക്കും അല്ലെ, ചിലത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ഒരുമാതിരി ഒരു ഷേപ്പ് ആയിരിക്കും. അപ്പോ ഈ എക്സ്ട്രൂസീവ് വളരെ ഫാസ്റ്റ് ആയിട്ട് രൂപപ്പെടുന്ന ഇത് നല്ല ഷേപ്പിലായിരിക്കും, വളരെ മികച്ച ഷേപ്പിലായിരിക്കും. ബസാൾട്ട് ആണ് അതിന് എക്സാമ്പിൾ. നമുക്ക് ഡെക്കാൻ പീഠഭൂമിയിലൊക്കെ ബസാൾട്ട് കാണാൻ സാധിക്കും. ഇനി ഇൻട്രൂസീവ് ഉണ്ട്. ഇത് സ്ലോലി ആണ് ഫോം ചെയ്യപ്പെടുന്നത്. ഗ്രാനൈറ്റ് ആണ് ഇതിന് എക്സാമ്പിള്. ഓക്കെയാണ്. പല പൗഡേഴ്സ് നമ്മുടെ ഇതൊക്കെ വെച്ചിട്ടാണ് ഗ്രാനൈറ്റ്സ് ആണ് ഇതിന് എക്സാമ്പിൾ എന്ന് മനസ്സിലായി. അപ്പൊ നമ്മളിപ്പോ ആഗ്നേയശിലയെ കുറിച്ച് പഠിച്ചു. പ്രാഥമിക ശില, പിതൃശില, മാതൃശില ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. അഗ്നിപർവ്വതങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഇത് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടും വളരെ സ്ലോ ആയിട്ടും ഉണ്ടാകുന്ന രണ്ട് തരത്തിലുണ്ട്, എക്സ്ട്രൂസീവ് ആൻഡ് ഇൻട്രൂസീവ്. ഇനി ഡെക്കാൻ പീഠഭൂമിയിലൊക്കെ കാണപ്പെടുന്നത് ബസാൾട്ട് ഇതിന് എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇത് മറ്റൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഗ്രാനൈറ്റ് ഇൻട്രൂസീവ് ആണ്, ഗ്രാനൈറ്റ്. ബസാൾട്ട് എക്സ്ട്രൂസീവ് ആണ് എന്നും പഠിച്ചു. ഇനി നമ്മൾ സെഡിമെന്ററി റോക്സിലേക്ക് പോവുകയാണ്.
സെഡിമെന്ററി റോക്സ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പാറ ഓൾറെഡി ഉണ്ട്. ഈ പാറ പല ചിലപ്പോൾ ജീവജാലങ്ങളുടെ ആക്രമണമായിരിക്കാം, ചിലപ്പോൾ മനുഷ്യർ എന്ത് ചെയ്യുന്നു, പാറകളൊക്കെ പൊട്ടിച്ച് വീടൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇളക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എലിയൊക്കെ പോലുള്ള ജീവികള് മാളം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരുടെ വാസസ്ഥലത്തിന് വേണ്ടി ഇത് ഇങ്ങനെ പൊട്ടിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു വൃക്ഷമുണ്ട്, ഈ വൃക്ഷത്തിന്റെ വേരുകൾ അങ്ങോട്ട് പോയി ഈ പാറകൾ പൊട്ടിക്കാം. ഇങ്ങനെ പലതരത്തിൽ താപവ്യത്യാസമാകാം, അല്ലെങ്കിൽ ഹെവി ടെമ്പറേച്ചർ കാരണമാകാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാലാവസ്ഥ ചേഞ്ചോ അല്ലെങ്കിൽ എയർ ചേഞ്ചോ ജീവജാലങ്ങളുടെ പ്രശ്നങ്ങൾ കാരണമോ ഒക്കെ എന്ത് ചെയ്യാം, പാറകൾ പൊട്ടാം. പാറകള് പൊട്ടി ഈ തൊട്ട് താഴോട്ട് ഇങ്ങനെ പൊടിഞ്ഞൊക്കെ വീണുകൊണ്ടിരിക്കും. ഇവിടുന്ന് പൊടിഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഈ പൊടിഞ്ഞു വീഴുന്നത് എല്ലാം കൂടെ അവസാദങ്ങൾ ഇങ്ങനെ ചേർന്ന് ഒരു പാറയുണ്ടായി മാറും. ഇതിനെയാണ് സെഡിമെന്ററി റോക്സ്, അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഈ ഓൾറെഡി ഉള്ള ഒരു പാറയുടെ അവശിഷ്ടങ്ങൾ ഇത് രൂപപ്പെട്ടുകൊണ്ടാണ്, സെഡിമെന്റ്സ് കൊണ്ടാണ് ഇത് ഡിപ്പോസിറ്റ് ചെയ്ത് ഈ റോക്ക് ഫ്രാഗ്മെന്റ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പുതിയൊരു പാറ രൂപപ്പെട്ടത്. അപ്പൊ ഓൾറെഡി ഉള്ള ഒരു വേസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പാറകളുടെ പൊട്ടിയതും ഒക്കെ വെച്ചിട്ടാണ് പുതിയൊരു പാറ രൂപപ്പെട്ടതെങ്കിൽ ഇതിനെയാണ് നമ്മൾ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും ഇതിന് എക്സാമ്പിൾ ആണ്. മണൽക്കല്ലുണ്ട്, ചുണ്ണാമ്പുകല്ലൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ചുണ്ണാമ്പുകല്ലിന്റെ ഇംഗ്ലീഷ് ആണ് ലൈം സ്റ്റോൺ, മണൽക്കല്ലിന്റെ ഇംഗ്ലീഷ് സാൻഡ് സ്റ്റോൺ. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ലൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അവസാന ശിലയ്ക്ക് എക്സാമ്പിൾ എന്തൊക്കെ? മണൽക്കല്ലുണ്ട്, ചുണ്ണാമ്പുകല്ലുണ്ട്. ബസാൾട്ട്, ഗ്രാനൈറ്റ്, ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമ്മൾ കായാന്തരിത ശിലയിലേക്ക് പോവുകയാണ്. കായാന്തരിത ശില അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സ് ആണ്. ഇത് നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഇഗ്നിയസ് റോക്സോ അല്ലെങ്കിൽ ഈ അവസാദങ്ങൾ വന്ന് വീണ രൂപപ്പെട്ട സെഡിമെന്ററി റോക്സോ ഇതൊക്കെ മാറി ഇതിന്റെയൊക്കെ ഹൈ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ കൊണ്ടോ അല്ലെങ്കിൽ പ്രഷർ കൊണ്ടോ ഒക്കെ വേരിയേഷൻ സംഭവിച്ച് രൂപപ്പെടുന്ന മറ്റൊരെണ്ണമാണ് നമ്മളുടെ കായാന്തരിത ശിലകൾ. കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന പാറ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം കായാന്തരിത ശിലയാണ്. അപ്പൊ കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് ഏത് ശിലയാണ്? കായാന്തരിത ശിലയാണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എല്ലാത്തിനും എക്സാമ്പിൾ പറഞ്ഞു. ബസാൾട്ട്, ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെ ഓർക്കും? ആഗ്നേയ ശിലയെ ഓർക്കും. ഇനി നിങ്ങളുടെ അടുത്ത് പറയുകയാണ് മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, ലൈം സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആരെ ഓർക്കും? അപ്പൊ നമ്മൾ സെഡിമെന്ററി റോക്സിനെ ഓർക്കും. ഇനി മെറ്റാമോർഫിക് റോക്സ് എന്ന് വെച്ചാല് ക്ലേ, സ്ലേറ്റ് ഇതൊക്കെയാണ്. ഓക്കെയാണ്. മാർബിള് ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിള്. മാർബിളും സ്ലേറ്റും. ക്ലേയിൽ നിന്നാണ് സ്ലേറ്റ് ഉണ്ടാകുന്നത്. നമ്മുടെ ചുണ്ണാമ്പ് കല്ലിൽ നിന്നാണ് മാർബിൾ ഉണ്ടാകുന്നത്. നേരത്തെയുള്ള സെഡിമെന്റ്സ് ആയിട്ടുള്ള ചുണ്ണാമ്പ് കല്ലിൽ നിന്നാണ് മാർബിള് ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾക്ക് കൽക്കരി, പെട്രോൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കൽക്കരി എന്ന് പറയുന്നത് ഈ ഒരു അവസാദ ശിലയ്ക്ക് എക്സാമ്പിൾ ആണ്. കൽക്കരി എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? സെഡിമെന്ററി റോക്സ് അല്ലെങ്കിൽ അവസാദ ശിലയ്ക്ക് എക്സാമ്പിൾ ആണ് എന്ന് ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? എക്സാമ്പിൾസ് ഒക്കെ മനസ്സിലായോ? എല്ലാവർക്കും എക്സാമ്പിൾസ് മനസ്സിലായോ? ഓക്കെയാണ്. എക്സ്ട്രൂസീവ്, ഇൻട്രൂസീവ് മനസ്സിലായി. ഏതിന്റെയാണ് മലയാളം വേണ്ടത്? ക്ലിയർ ആണ്. എല്ലാവർക്കും പിടികിട്ടി. കായാന്തരിത ശിലകൾ മനസ്സിലായി. കേരളത്തിൽ കൂടുതലുള്ളത് കായാന്തരിത ശില. അതിന് എക്സാമ്പിൾ മാർബിളും സ്ലേറ്റുമാണ്. അപ്പൊ ഇനി നമ്മൾ റോക്കുകൾ ഒരു സൈക്ലിക് ആണ് എന്ന് പഠിക്കുകയാണ്. റോക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സൈക്ലിക് ആണ്. അതായത് ഒരു ആഗ്നേയ ശില എന്തായി മാറും? അവസാദ ശിലയായി മാറും. അവസാദ ശില എന്തായി മാറും? കായാന്തരിത ശിലയായി മാറും. കായാന്തരിത ശില അവസാദ ശിലയാകാം, കായാന്തരിത ശില ആഗ്നേയ ശിലയാകാം. ഈ ആഗ്നേയ ശില ഡയറക്റ്റ് കായാന്തരിത ശിലയാകാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കുന്നു. അപ്പൊ ഇതൊരു ചാക്രികമാണ്. സൈക്ലിക് ആണ് എന്ന് പറയാം. ഇതൊരു ചാക്രികമാണ്. എന്താണിത്? ഇതിങ്ങനെ സർക്കിള് പോലെ ഇത് എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ മാഗ്മ, ദ്രാവകം കണ്ടോ? ഒന്ന് അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ടൊരു പർവ്വതം ഇതുണ്ടായി, ഒരു പാറയുണ്ടായി.
ഇതാണ് ഇഗ്നിയസ് റോക്ക്. ഈ ഇഗ്നിയസ് റോക്സ് പൊടിഞ്ഞു പൊട്ടി സെഡിമെന്റ്സ് റോക്സ് ഉണ്ടായി, സെഡിമെന്ററി റോക്ക് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് എന്തുണ്ടായി? മെറ്റാമോർഫിക് കായാന്തരിത ശില ഉണ്ടായി. വീണ്ടും കായാന്തരിത ശില ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുകയും അതിന്റെ പുറത്തോട്ട് വീണ്ടും ഒരു പാറ ഉണ്ടായി, വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊരു റോക്ക് എന്ന് പറയുന്ന ഒരു സൈക്ലിക് ആണ്, ചാക്രിക പ്രോസസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലായില്ലേ? ഇനി ഈ പാറകൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് അല്ലെ. നമ്മൾ ഇത് റോഡ് ഉണ്ടാക്കാൻ, വീടുണ്ടാക്കാൻ, ബിൽഡിങ്സ് ഉണ്ടാക്കാൻ ഒക്കെ ഉപയോഗിക്കുന്നു. നമ്മൾ പല ഗെയിമുകളിൽ ഉപയോഗിക്കുന്നു അല്ലെ. പിന്നെയോ 7 സ്റ്റോൺസ്, ഹോപ്പ് സ്കോച്ച്, സ്റ്റാപ്രൂ കിറ്റ്, 5 സ്റ്റോൺസ്, ഇങ്ങനെ പലതരത്തിലുള്ള പാറകൾ അവൈലബിൾ ആണ്. മെറ്റൽസ് ഒക്കെ അറിയത്തില്ലേ? അപ്പൊ ഒരുപാട് മിനറൽസ് നിന്നാണ് ഈ ഒരു റോക്കുകൾ രൂപപ്പെടുന്നത്. അപ്പോ ഇതിന് ഒരു കെമിക്കൽ കോമ്പോസിഷൻ ഒക്കെ ഉണ്ട്. ഒരുപാട് മിനറൽസിൽ നിന്നാണ് നമ്മളുടെ എന്തുണ്ടാകുന്നത്? ഈ പാറകൾ രൂപപ്പെടുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? ഓക്കെ. അപ്പം മിനറൽസ് വളരെ യൂസ്ഫുൾ ആണ് മനുഷ്യന്. നമ്മളിത് ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതായത് കൽക്കരി, നമ്മുടെ നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയത്തിൽ നിന്നാണ് പെട്രോള്, മണ്ണെണ്ണ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. ഡീസൽ, നമ്മുടെ വാതകം, അതായത് നമുക്കിപ്പോ എവിടെയെങ്കിലും പോണം, ബസ്സിൽ പോയി, കാറിൽ പോയി, സ്കൂട്ടറിൽ പോയി, ഇതിന് ഇന്ധനം വേണ്ടേ? ആ ഇന്ധനമാണ് പെട്രോള് അല്ലെങ്കിൽ ഡീസൽ. ഇതൊക്കെ പെട്രോളിയം പ്രോഡക്റ്റിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അപ്പൊ ഫ്യൂവൽസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു തരം മിനറൽസ് ആണ്. ഫ്യൂവൽസ് എന്ന് പറയുന്നത് ഒരു മിനറൽസ് ആണ്. അപ്പോ ഇത് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നു. അയൺ, അലൂമിനിയം, ഗോൾഡ്, യുറേനിയം, മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുന്നു, ഇൻ ഫെർട്ടിലൈസേഴ്സിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പാറകൾക്കുണ്ട്. ബിൽഡിങ്സ് നിർമ്മാണം, വീട് നിർമ്മാണം, അങ്ങനെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് ഒത്തിരി മിനറൽസ് ഉണ്ട്. ഈ മിനറൽസ് മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് വളരെ മികച്ചതാണ്. പലതരത്തിലുള്ള വ്യവസായശാലകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഫ്യൂവൽസ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഉപയോഗങ്ങൾ ഇതുകൊണ്ടുണ്ട്. അപ്പൊ റോക്ക് സൈക്കിളും റോക്കിന്റെ ഉപയോഗവും നമ്മൾ പഠിച്ചു. അപ്പൊ ചോദിക്കാണ് 3 ലെയേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ 3 ലെയേഴ്സ് ക്രസ്റ്റ് ഉണ്ട്, മാന്റിൽ ഉണ്ട്, കോർ ഉണ്ട്. എന്താണ് റോക്ക് എന്ന് ചോദിച്ചാലോ, ഏതെങ്കിലും ഒരു നാച്ചുറൽ മിനറൽ, അത് എർത്ത് ക്രസ്റ്റ്, അത് രൂപപ്പെട്ടുകൊണ്ട് എർത്ത് ക്രസ്റ്റിൽ ഉണ്ടാകുന്ന ഈ രൂപത്തെയാണ് നമ്മൾ റോക്ക് എന്ന് വിളിക്കുന്നത്. പലതരത്തിലുള്ള റോക്കുകൾ ഉണ്ടാകാം. ടെക്സ്ചർ, സൈസ്, കളേഴ്സ് ഒക്കെ വ്യത്യാസമാണ്. പലതരത്തിലുള്ള റോക്കുകളുണ്ട്. 3 എണ്ണം. ഇഗ്നിയസ് ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. എന്താണ് എക്സ്ട്രൂസീവും ഇൻട്രൂസീവും? എക്സ്ട്രൂസീവ് ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാകും, ഇൻട്രൂസീവ് സ്ലോ ആണ്. എക്സ്ട്രൂസീവിന് നല്ലൊരു ഷേപ്പ് ഉണ്ട്, ഇൻട്രൂസീവിന് അത്ര ബെറ്റർ ഷേപ്പ് വരണം എന്നില്ല. ക്ലിയർ ആണ്? ഇനി എക്സ്ട്രൂസീവിന് ഇൻട്രൂസീവിന് എക്സാമ്പിൾ പഠിച്ചു. എക്സ്ട്രൂസീവിന് എക്സാമ്പിൾ ആണ് ബസാൾട്ട്, ഇൻട്രൂസീവിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്. റോക്ക് സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു റോക്കിൽ നിന്ന് മറ്റൊരു റോക്ക്, അടുത്ത റോക്ക്, ഇങ്ങനെ ഒരുപാട് റോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്നു. ഇതൊരു ചാക്രിക പ്രോസസ് ആണ്. എന്താണ് റോക്കിന്റെ ഉപയോഗങ്ങൾ? റോഡ് ഉണ്ടാക്കാം, വീടുണ്ടാക്കാം, ബിൽഡിങ്സ് ഉണ്ടാക്കാം, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിക്കാം, ഫെർട്ടിലൈസേഴ്സിൽ, പലതരത്തിലുള്ള വ്യവസായശാലകളില്, മെഡിസിനൽ പർപ്പസിൽ ഒക്കെ ഉപയോഗിക്കുന്നു. എന്താണ് കായാന്തരിത ശില? കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നു. ഇത് ഇഗ്നിയസിന്റെയും സെഡിമെന്ററിയുടെ ഒക്കെ ഒരു വിവിധ ടൈപ്പായിട്ട് തന്നെ കണക്കാക്കാം. മെറ്റാമോർഫിക് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? മെറ്റാമോർഫിക് കായാന്തരിത ശില, മാർബിളും സ്ലേറ്റും. ഇനി നിങ്ങളുടെ ആൻസർ ഒന്ന് പറഞ്ഞേ. ദ റോക്ക് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോൾട്ടൻ മാഗ്മ ഈസ് കോൾഡ്. എല്ലാവരും ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ഗ്രൂപ്പിലിടും നോട്ട്സ് ഒക്കെ ഗ്രൂപ്പിലിടും. എല്ലാവരും ആൻസർ കമന്റ് ചെയ്യും. നിങ്ങളുടെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ റോക്ക് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോൾട്ടൻ മാഗ്മ. മോൾട്ടൻ മാഗ്മ കൊണ്ടുണ്ടാക്കുന്ന റോക്കിന്റെ പേരെന്താണ്? ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ ആഗ്നേയശില എന്നാണ്, അല്ലെ? ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരെന്ത്? എല്ലാരും കമന്റ് ചെയ്തേ. ഇത് ഭൂവൽക്കം, കാമ്പ്, മാൻഡിൽ തന്നെ. അപ്പോ ഏറ്റവും ഉള്ളിലുള്ളതാണ് കാമ്പ്, ഔട്ടർ മോസ്റ്റ് ആണ് ക്രസ്റ്റ്.
തിന്നസ്റ്റും ക്രസ്റ്റ് ആണ്. തിക്കസ്റ്റ് ആരാണ്? മാന്റിലാണ്. ഗോൾഡ്, പെട്രോളിയം, കോള് ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പെട്രോളിയവും കോളും ഒക്കെ മിനറൽസിന് എക്സാമ്പിൾ ആണെന്ന് പഠിച്ചില്ലേ? ഇത് മിനറൽസിന് എക്സാമ്പിൾ ആണ്. റോക്സ് വിച്ച് കണ്ടെയ്ൻ ഫോസിൽസ് ആർ കോൾഡ്. ഒരു റോക്ക് അതിനകത്ത് കുറെ ഫോസിൽസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? റോക്സ് വിച്ച് കണ്ടെയ്ൻ ഫോസിൽസിനെ സെഡിമെന്ററി റോക്സ് എന്ന് വിളിക്കാം. അപ്പോ ഈ ഫ്യൂവല് അല്ലെങ്കിൽ ഈ പെട്രോളിയം ഇതൊക്കെ എന്ന് പറയുന്നത് സെഡിമെന്റ്സിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. കൽക്കരി, കോള്, കൽക്കരിയുടെ ഇംഗ്ലീഷ് ആണ് കോള്. അപ്പോ ഇത് സെഡിമെന്ററി അവസാദ ശിലകളാണ്. അതായത് എന്തെങ്കിലുമൊക്കെ അടിഞ്ഞുകൂടി വരുന്നതല്ലേ. അപ്പൊ ഏതെങ്കിലുമൊക്കെ ജീവജാലങ്ങളുടെ അവശിഷ്ടമാകാം, ഏതെങ്കിലുമൊക്കെ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. അതിനെയാണ് ഫോസിൽസ്. എന്തിനൊക്കെ ഫോസിൽസ് ആകാം. പണ്ടൊക്കെ ചത്തുപോയ എലികള് അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യർ, ഇതിന്റെയൊക്കെ അസ്ഥികളൊക്കെ പൊടിഞ്ഞ് ഈ സെഡിമെന്റ്സിന്റെ കൂടെ ചേരുന്നു. ഇതാണ് സെഡിമെന്ററി റോക്സ്. എന്നാൽ അഗ്നിപർവ്വതമൊന്നും എന്തല്ല, ഫോസിൽ കൊണ്ട് രൂപപ്പെടുന്നതല്ല. തിന്നസ്റ്റ് ലെയറിന്റെ പേരെന്താണ്? ഭൂമിയുടെ തിന്നസ്റ്റ് ലെയറിന്റെ പേരെന്താണ്? ക്രസ്റ്റ് എന്നാണ്. തിന്നസ്റ്റ് ലെയർ ക്രസ്റ്റ് ആണ്. ഇനി നമുക്ക് മാച്ച് ദ ഫോളോവിംഗിലേക്ക് പോകാം. ആൻസർ കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും ആൻസർ കിട്ടുന്നുണ്ടോ? എല്ലാരും കമന്റ് ചെയ്യുക ആൻസർ. ഓക്കെ, ഷിബു ആൻസർ പറയുന്നു, ഫാം പറയുന്നു, ഷിനോയ് പറയുന്നുണ്ട്, നക്ഷത്ര ആൻസർ പറയുന്നുണ്ട്, കവിത പറയുന്നു. നമുക്ക് നോക്കാം. എന്താണ് കോറ്? കോർ എന്ന് വെച്ചാൽ എന്താണ്? ഇന്നർ മോസ്റ്റ് ലെയർ അല്ലേ കോറ്? അപ്പൊ കോർ എന്ന് വെച്ചാൽ ഇന്നർ മോസ്റ്റ് ലെയർ ആണ്. മിനറൽസ് എന്താണ്? മിനറൽസ് എന്ന് പറയുമ്പോൾ എന്താണ് മിനറൽസ്? എന്താണ് മിനറൽസ്? ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ എഴുതാം എന്ന് വിചാരിക്കുക. മിനറൽസ് നമ്മുടെ കുറെ ആൻസേഴ്സ് മനസ്സിലുണ്ട്. ക്ലേ എന്നൊക്കെ പറയുമ്പോൾ സിയാൽ എന്ന് വെച്ചാൽ എന്താണ്? സിലിക്കൺ അലൂമിനിയാണ്. സിലിക്കൺ അലൂമിന ആണ് എന്ത്? ക്ലേ എന്ന് പറയുന്നത്. സിയാലാണ്. ഇത് രണ്ടും കിട്ടിയില്ലേ? ഇനി സ്ലേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ക്ലേ സ്ലേറ്റ് ആയിട്ട് ചേഞ്ച് ആവത്തില്ലേ? ക്ലേ എന്താകുന്നു? സ്ലേറ്റ് ആയി ചേഞ്ച് ആകുന്നു. പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ റോക്സ് യൂസ്ഡ് ഫോർ റോഡ് ആൻഡ് ബിൽഡിങ്സ്. പാറ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? റോഡ്, ബിൽഡിങ്സിലൊക്കെ ഉപയോഗിക്കുന്നില്ലേ? ഉണ്ട്. ഇനി നമ്മുടെ റോക്കിന് ഒരു ഡെഫിനറ്റ് കെമിക്കൽ കോമ്പോസിഷനും ഇല്ലേ? പല ഇങ്ങനത്തെ രൂപപ്പെടുന്നുണ്ട്. അതും നമുക്ക് ശരിയാന്ന് പറയാം അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ കോർ എന്ന് വെച്ചാൽ ഇന്നർമോസ്റ്റ് ലെയർ ആണ്. മിനറൽസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ട്. റോക്ക്, റോഡ്, ബിൽഡിങ്സിൽ ഉപയോഗിക്കുന്നു. ക്ലേ ചേഞ്ചസ് ഇൻ ടു സ്ലേറ്റ്. സിയാൽ മെയ്ഡ് ഓഫ് സിലിക്കൺ അലൂമിന. ക്ലിയർ ആണ്? ഇപ്പൊ നമ്മളിവിടെ മിനറൽസ് പറഞ്ഞിരുന്നു ഇത് കെമിക്കൽ കോമ്പോസിഷൻ കൃത്യമാണ് എന്ന് പറഞ്ഞു. ഒരുപാട് മിനറൽസ് എന്ന് പറയുമ്പോൾ വേരിയസ് ആയിട്ടുള്ള കോമ്പണൻസ് വരുന്നു അല്ലെ? റോക്സ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് മിനറൽസ് ആണ്. ഇത് നാച്ചുറലി ഒക്കറിംഗ് സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് കെമിക്കൽ കോമ്പോസിഷൻ ഇതിനുണ്ട്. ഇപ്പൊ റോക്കിനും ഈ മിനറൽസ് ആയതുകൊണ്ട് കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ടെന്ന് പറയാം. മിനറൽസ് എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തമായ കെമിക്കൽ കോമ്പോസിഷൻ ഉള്ള സാധനമാണ്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? നമുക്ക് എന്തുകൊണ്ടാണ് ഭൂമിയുടെ ഏറ്റവും സെന്റർ പോയിന്റ് ഉള്ളിലേക്ക് പോകാൻ പറ്റാത്തത്? കാര്യം ഹെവി ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ, ചൂട് ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഉരുകിപ്പോവും. നമ്മൾ മാത്രമല്ല, ഏതെങ്കിലും പാറകൾ വന്നാലും ഉരുകിപ്പോവും. ഹെവി മർദ്ദവും ഉണ്ട്. പ്രഷർ, മർദ്ദവും കൂടുതലാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂടുതലാണ്, മർദ്ദം കൂടുതലാണ്, വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെ മനുഷ്യരോ റോക്കോ ഒക്കെ ആണെങ്കിൽ അങ്ങ് ഉരുകി അങ്ങ് പോകും. അതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റാത്തത്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ഇനി സെഡിമെന്ററി റോക്സ് എന്ന് പറയുമ്പോൾ സെഡിമെന്റ്സ് ഫോം ചെയ്യുന്നു, അവസാദങ്ങൾ സൃഷ്ടിക്കുന്നു. അത് കാരണം എന്താണ്? ഏതെങ്കിലുമൊക്കെ പാറകൾ പൊടിഞ്ഞും പൊട്ടിയും ഈ അവശിഷ്ടങ്ങൾ അത് ചേർന്ന് അത് ഒട്ടിപ്പിടിച്ചാണ് എന്ത് ചെയ്യുന്നത്? പുതിയ ഒരു റോക്ക് രൂപപ്പെടുന്നതിന്റെ പേരാണ് സെഡിമെന്റ്സ് അല്ലെ?
അതാണ് സെഡിമെന്റ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലുമാണ്. ഓക്കെയാണ്. ഒരു അവസാദങ്ങളിൽ നിന്നാണ് ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ. ഇതിനെ നമുക്ക് മറ്റൊരു പേര് വിളിക്കാം അടുക്ക് ശില. മലയാളത്തിൽ ഇതിനെ അടുക്ക് ശില എന്ന് വിളിക്കുന്നുണ്ട്. കാര്യം ഇതിങ്ങനെ അടുക്കടുക്കായിട്ട് ഓരോ പൊട്ടിപ്പൊടിഞ്ഞിങ്ങനെ വീഴുന്നു, വീണ്ടും അതിന്റെ മേളിൽ വീഴുന്നു. അപ്പൊ ഇങ്ങനെ അടുക്ക് ശില എന്നതിനൊരു പേരുണ്ട്. സെഡിമെന്ററി റോക്സ്. ക്ലിയർ ആണ്? ഇനി നമ്മുടെ ചുണ്ണാമ്പുകല്ല് അല്ലെ, ചുണ്ണാമ്പുകല്ല് മാർബിളായി മാറുന്നു. മാർബിൾ എന്തിന് എക്സാമ്പിൾ? മാർബിള് ഏത് റോക്കിന് എക്സാമ്പിൾ? കായാന്തരിത ശിലയ്ക്ക് എക്സാമ്പിൾ, അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്കിന് എക്സാമ്പിൾ. ചുണ്ണാമ്പുകല്ലോ, മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് സെഡിമെന്ററി റോക്സ് അല്ലെങ്കിൽ അവസാദ ശിലയ്ക്ക് എക്സാമ്പിൾ. ഇഗ്നിയസും സെഡിമെന്ററി റോക്സുമാണ് മെറ്റാമോർഫിക്, കായാന്തരിതമായി മാറുന്നത്. ഹൈ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ കാരണമാണ്. അപ്പോ ഇത് ലൈം സ്റ്റോണിലും സംഭവിക്കുന്നു. ലൈം സ്റ്റോൺ എന്തായി മാറുന്നു? ഒരു ഹൈ പ്രഷർ ടെമ്പറേച്ചർ ഒക്കെ കൊടുക്കുമ്പോൾ മാർബിൾ ആയി മാറും. മാർബിൾ എന്ന് പറയുന്നത് ഒരു കായാന്തരിത ശിലയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് പറയണേ. ആർക്കെങ്കിലും ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായോ? അപ്പൊ ഏർത്തിനെ എത്രയായി തിരിക്കാം? 3. ഇനി ഈ ചോദ്യം നമ്മളുടെ റോക്കിനെ എത്രയായി തിരിക്കാം? 3 അല്ലെ? ഇനി സിയാൽ എന്ന് വെച്ചാൽ എന്താണ്? സിയാൽ വൻകര ഭൂവൽക്കമാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ്. സിമ എന്ന് വെച്ചാലോ കടൽത്തറ ഭൂവൽക്കമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓഷ്യാനിക് ക്രസ്റ്റ് ആണ്. സിയാലും സിമയും പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായോ? നിഫ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? കോറിനെയാണ്, കാമ്പിനെയാണ്. ഇന്നർ കോർ ഉണ്ട്, ഔട്ടർ കോർ ഉണ്ട്. ഇനി നമ്മൾ മാന്റിലിനെ കുറിച്ച് പഠിച്ചു. ഏറ്റവും നടുക്കിരിക്കുന്നത് മാന്റിലാണ്. ഏറ്റവും പുറമെ ഔട്ടർ മോസ്റ്റ് ക്രസ്റ്റ് ആണ്, ഇന്നർ മോസ്റ്റ് കോർ ആണ്. 6371 കിലോമീറ്റർ ആണ് എർത്തിന്റെ റേഡിയസ് എന്ന് മനസ്സിലാക്കി. ക്ലിയർ ആണ്? എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? സിലിക്കൺ മഗ്നീഷ്യ, സിലിക്കൺ അലൂമിന, ഇതൊക്കെ മനസ്സിലായി. പിന്നെ റോക്ക് ഇഗ്നിയസ് റോക്സ് ഉണ്ട്, സെഡിമെന്ററി റോക്സ് ഉണ്ട്, മെറ്റാമോർഫിക് റോക്സ് ഉണ്ട്. ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ബസാൾട്ട്, ഗ്രാനൈറ്റ്. സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ അവസാദ ശിലകളാണ്. അതിന്റെ എക്സാമ്പിൾ മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. കായാന്തരിത ശിലകളാണ് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത്. ഇതിന് എക്സാമ്പിൾ മാർബിളും സ്ലേറ്റുമാണ്. ഇനി നമ്മളുടെ അവസാദ ശിലയ്ക്ക്, സെഡിമെന്ററി റോക്സിന് മറ്റൊരു പേരുണ്ട്, അടുക്ക് ശില. ഒരു റോക്കിൽ നിന്ന് മറ്റൊരു റോക്ക് ചേഞ്ച് ആകുന്നുണ്ട്, രൂപപ്പെടുന്നുണ്ട്. ഇനി കോള്, കൽക്കരി, പെട്രോളിയം, ഡീസൽ, ഇതൊക്കെ എന്താണ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ മിനറൽസ് ആണ് എന്നറിയുക. അവസാദ ശിലയ്ക്ക് എക്സാമ്പിൾ ആണ് കൽക്കരി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും പിടികിട്ടി? അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണ്? താങ്ക് യു.